പെണ്ണുടലിൻ്റെ അതിനുള്ളിലെ മനസ്സിൻ്റെ അഴകും ആഴവും ആഗ്രഹങ്ങളും അടിച്ചമർത്തലുകളും ആത്മനിന്ദകളുമൊക്കെ യാതൊരു മറയുമില്ലാതെ പച്ചയായി തൻ്റെ അക്ഷരങ്ങളാൽ ആവാഹിച്ചെടുത്ത് ആത്മകഥകളാക്കി പുറത്തിട്ടപ്പോഴാണ് അവരെ ലോകം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാവാം തൻ്റെ എഴുത്തുകളെ ഉൾക്കൊണ്ട് വായിച്ചിരുന്നവരാൽ വാനോളം ഉയർത്തപ്പെട്ടപ്പോഴും മറ്റൊരു വശത്ത് വിമർശനങ്ങളുടെയും വെറുപ്പിൻ്റെയും ഇഴുപ്പ് കൂടി അവർക്ക് ചുമക്കേണ്ടി വന്നത്. മനസ്സിൽ സ്നേഹം എന്ന വികാരം വല്ലാതെ കൊണ്ടു നടന്ന ഒരു പക്ഷേ അവരുടെ ജീവിതാനുഭവങ്ങളാലാകാം അവരതിന് സ്നേഹത്തിന് ആയിരം നിറങ്ങൾ നൽകി. ആ നിറക്കൂട്ടുകൾ കണ്ട് വല്ലാതെ കൊതിച്ച് നടന്ന ഒരു കുഞ്ഞിനെ പോലെ അലഞ്ഞു നടന്നു. ആ അലച്ചിലിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും അറിഞ്ഞ് അനുഭവിച്ച സ്നേഹവും മോഹവും മോഹഭംഗങ്ങളുമൊക്കെ അക്ഷരപ്പൂക്കളായി പുറത്തു വന്നപ്പോൾ ആളുകൾ അതിന് പല വർണ്ണങ്ങൾ ചാർത്തി. ചിലർക്ക് അത് മനസ്സിൽ സുഗന്ധം പൊഴിക്കുന്ന സ്നേഹവർണ്ണങ്ങൾ നിറഞ്ഞ നൈർമല്യമുള്ള അക്ഷരപ്പൂക്കളായി അവരതിനെ മനസ്സിൻ്റെ ചെപ്പിൽ അടച്ചു വെച്ചു. മറ്റു ചിലർ അതിനെ കൂർത്തു മുനയുള്ള തൊട്ടാൽ ചോര പൊടിയുന്ന മുള്ളുകളാക്കി അവർക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചു. അവരുടെ അക്ഷരപ്പൂക്കളുടെ നൈർമല്യം ഒരിക്കലും നഷ്ടമാവാതെ ഞാനും എൻ്റെ മനസ്സിൻ്റെ ചെപ്പിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വായിച്ചു കഴിഞ്ഞതാണെങ്കിലും അവരുടെ പേരും രൂപവും പതിഞ്ഞ പുസ്തകത്താളുകളിലൊക്കെ എൻ്റെ മിഴികളും മനസ്സും പിന്നെയും തങ്ങി നിന്നു. എല്ലാ എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യവും നാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ എയർപോർട്ടിനുള്ളിലെ DC ബുക്സിൻ്റെ ഷോപ്പിലേക്ക് വെറുതെ പോയി. ജീവിതം കൊണ്ട് ഇത്രമാത്രം എന്ന പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയതും അത് എഴുതിയിരിക്കുന്ന ആളിൻ്റെ രൂപവും പേരും കണ്ടതും വെറുതെ എടുത്ത് മറിച്ചു നോക്കി. ഇതിൽ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ. ചെറിയൊരു പുസ്തകമായത് കൊണ്ട് തന്നെ ആ യാത്രയിൽ ഒറ്റയിരിപ്പിന് മുഴുവനും വായിച്ചു തീർത്തു. വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് നിറയെ എന്തെന്ന് പറയാനാവാത്ത ഒരു വെങ്ങൽ. അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അവർ എഴുതിയതായിരിക്കണം ഇതിലെ വരികൾ. ആ വരികളിലൂടെ ഞാൻ അറിയുകയായിരുന്നു, എത്ര ഭാഗ്യവതിയാണ് ഇവർ. ഉപാധികളില്ലാത്ത സ്നേഹം മനസ്സാക്കി നിറച്ചു വെച്ച് ഒരു ആയുഷ്കാലം ജീവിച്ചത് കൊണ്ടാകാം അതിൻ്റെ അവസാനം എല്ലാ അർത്ഥത്തിലും ആ സ്നേഹം തിരിച്ചു നൽകാനാകുന്ന ആലമുടയോനെ അവർ കണ്ടുമുട്ടിയിരിക്കുന്നു. അതിനുമപ്പുറം ഇനി ഒന്നുമില്ല. ഒന്നിനു വേണ്ടിയും താൻ സങ്കടപ്പെടേണ്ടതില്ല. എല്ലാത്തിനും ഉപരിയായി തനിക്ക് തൻ്റെ നാഥനുണ്ട് എന്നവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് ഇങ്ങനെയാണ്: ഞാൻ സ്നേഹിക്കുന്നവനെ നിങ്ങൾ ദർശിക്കുകയില്ല, അവൻ്റെ പദവിന്യാസം നിങ്ങൾ കേൾക്കുകയുമില്ല. പക്ഷേ കടലിൽ ഉപ്പ് എന്ന പോലെ അവൻ എൻ്റെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും മേലെയും കീഴിലും അവൻ നിലകൊള്ളുന്നു. ഈ കാവൽ അവസാനിക്കാത്ത കാവലാണ്. ആദിയും അന്ത്യവും ഇല്ലാത്ത കാലത്തിൻ്റെ കാവൽക്കാരനാണ് എൻ്റെ നാഥൻ, എൻ്റെ സർവസ്വവും. സ്നേഹിക്കുന്നവരെ, സുരയ്യ ഇവിടെ ഉണ്ടാകും. എത്ര തന്നെ ദാനം ചെയ്താലും പിന്നെയും പെരുകിക്കൂടുന്ന സ്നേഹവുമായി സുരയ്യ ഇവിടെ ഉണ്ടാകും. സ്നേഹമാണ് എൻ്റെ സക്കാത്ത്.